അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഗദൂരിനെ ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ട്രിപ്പ് ആരംഭിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത താമസം അവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നേരെ ഇനിയിപ്പോൾ അവിടേക്കാണ്, ഒരുപാട് ദൂരമുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ടിബ്ലിസിന്ന് അങ്ങോട്ടേക്ക് നല്ല ദൂരമുണ്ട് അവിടേക്ക്. അവിടെ പോയി ഞങ്ങൾ കുറച്ച് മഞ്ഞുമലയിൽ വീണ്ടും തകർത്തടിച്ച് ഡാൻസൊക്കെ കളിച്ച് എക്സ്പ്ലോർ ചെയ്ത് കുട്ടികളൊക്കെ മഞ്ഞുമലയിലേക്ക് എന്താ പറയുക ആറാടി തകർത്ത് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. അവിടുത്തെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്ക് തന്നെ പോയി. അവിടെ അപ്പോഴേക്കും എല്ലാവരും അത് ഡിന്നറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മഞ്ഞാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ മൂന്നാമത്തെ ദിവസം നല്ല മഞ്ഞിൻ്റെ തേർഡ് ഡേ. തങ്കം ഇങ്ങോട്ട് വാ. തേർഡ് ഡേ ഞങ്ങൾ കേബിൾ കാർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ മഞ്ഞൊക്കെ ഉരുകി തുടങ്ങണം. നല്ല രസമുണ്ട്. ഞങ്ങളുടെ മിക്കബ്രോ, ഞങ്ങളുടെ സരദി, അടിപൊളി കേട്ടോ, സൂപ്പർ നോളി ചില്ലണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ, ഗദൂരിയിലുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഫുൾ ഓഫ് മഞ്ഞ്.
ആക്ടിവിറ്റീസിനുള്ള പേയ്മെൻറ്റ്സ് ഇവിടെ നമ്മൾ ചെയ്യുകയാണ്. പെർ ഹെഡ് 70 dirhams, കിഡ്സിന് 25. ചേട്ടൻ ഇട്ടിട്ടുണ്ടോ? ഇതിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും വിജയൻ്റെ നടുക്കിരിക്കുന്ന നിമ്മി എന്ന് പറഞ്ഞ ചേച്ചി, ആ ചേച്ചിയുടെ ഭർത്താവ് ഫ്രണ്ടിലത്തെ ക്യാപ്സൂളുണ്ട്, പുള്ളിക്കാരത്തിനെ തട്ടി മാറ്റിയിട്ടിട്ട് ആളെ ഒറ്റയ്ക്ക് പോയി. അല്ലാട്ടാ, കൈ ചേച്ചിക്ക് കയറാൻ പറ്റിയില്ല, അതാണ് സംഭവം. അങ്ങനെ ഞങ്ങളുടെ ഇതിൽ പെട്ടുപോയി പുള്ളിക്കാരത്തി. അപ്പോൾ ചേട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നതിൽ കരഞ്ഞില്ല എന്നുള്ളൂ. ഇത് അത്യാവശ്യം ഉണ്ടല്ലോ ഒരു സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനിൽ, കാരണം ഇവർക്ക് സ്കീ ചെയ്ത് പറഞ്ഞേ. സ്മിതേച്ചിക്ക് ജയ് വിളിക്കാൻ കാരണമുണ്ട്. സ്മിതേച്ചി കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയത് പോകാനായിട്ടുള്ളത്. ഫുള്ള് കോർഡിനേറ്റ് ചെയ്തത്. അതിൻ്റെ നന്ദിയും കടപ്പാട് എപ്പോഴും ഉണ്ടാവും. അത് അടിപൊളിയായിരുന്നു എന്തായാലും സംഭവം. ഓണത്തോടെ പൂട്ടിട്ടോ എന്റെ അടുത്ത് എന്റെ ഒരു കൈ അവളുടെ മേതപ്പുണ്ട്. ഓ മമ്മി, ലവ് യു മമ്മി. മമ്മി നാട്ടിൽ നിന്ന് സ്മിതേച്ചിയുടെ ഞങ്ങളുടെ കൂടെയുള്ള സ്മിതേച്ചിയുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിങ്ങിൽ. അപ്പോൾ അതിനെ അമ്മയ്ക്ക് ഒരു റിപ്ലൈ കൊടുത്തതാണിത്. നോക്കാല്ല, അല്ല മെച്ചിക്ക് ഒന്നും നോക്കാല്ലോ. പോയി ആ സ്കീയിങ് ഉണ്ട്, തള്ളിടും. ഇല്ലില്ല അങ്ങനെ ഞങ്ങൾ ഗദോരിയിൽ നിന്ന് അവിടുത്തെ കറക്കവും എല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഗദോരിയിൽ നിന്ന് ഇറങ്ങി വേറെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കുത്തൈസി അവിടെ ഞങ്ങൾ പോകാനുള്ള ഒരു പരിപാടിയിലേക്കാണെങ്കിൽ